ഹായ് മക്കളെ, ഹൈഡ്രോ കാർബൺസ് എന്ന ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിപ്പറേഷൻ മെത്തേഡുകളാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഒരു ഏരിയയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഞാൻ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ, ബെൻസീൻ എന്നിങ്ങനെ 4 ടോപ്പിക്കായിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ ആണ്. സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളെയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിലാണ് നിങ്ങൾക്ക് കണക്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാവുക. അതുകൊണ്ട് കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ വർഷത്തെ എൻട്രൻസിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾ റിപ്പീറ്റർ ആണെങ്കിലും +2 വിദ്യാർത്ഥിയാണെങ്കിലും CM അക്കാഡമി ഒന്ന് പരിചയപ്പെടുത്തുന്നു. മലപ്പുറത്താണ് സ്ഥാപനം. നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റിയോടെയുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളാണുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എൻട്രൻസിന് വേണ്ട കോച്ചിങ് തരാനും അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ഇതേ രൂപത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കൃത്യമായി എക്സാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ വീട്ടിലിരുന്ന് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നീറ്റിൻ്റെ അവസാനത്തെ ഒരു 2 മാസം എന്നുള്ള നിലക്കൊക്കെ നിങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് മാറുന്നത് നന്നായിരിക്കും. ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങളുടെ റിവിഷൻ സീരീസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അതുവഴി എവിടെ നിങ്ങൾ വരുന്നു എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ഹോസ്റ്റലിൻ്റെ ഫീസ് മാത്രമേ നമുക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എനിവേ, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക. ഇതാ നോക്കിക്കോ മോനെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളെ എങ്ങനെയാണ് ഉണ്ടാക്കുക, എങ്ങനെയാണ് അവർ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തുടക്കത്തിൽ പറയട്ടെടാ, ആൽക്കെയിനുകളെ നമ്മൾ പാരഫീൻസ് എന്ന് പേര് വിളിക്കുമെന്ന് തുടക്കത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആൽക്കെയിനുകളെ പാരഫീൻ എന്നും ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടായ ആൽക്കീനിനെ ഒളിഫീൻ എന്നും പേര് വിളിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ ഹൈഡ്രോ കാർബൺസിൻ്റെ തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആൽക്കെയിൻസ് പാരഫീൻസ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആൽക്കെയിൻസ് ലെസ് റിയാക്റ്റീവ് ആണ് എന്നാണ് അർത്ഥം. ആൽക്കെയിൻസിന് റിയാക്ടിവിറ്റി കുറവാണ്. മറ്റു ആൽക്കീൻ, ആൽക്കൈനിനെ വെച്ച് നോക്കുമ്പോൾ ആൽക്കെയിൻ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകൾക്ക് റിയാക്ടിവിറ്റി, കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള താല്പര്യം കുറവാണ് എന്നതാണ് പാരഫീൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ പാരഫീൻസ് എന്ന് നമ്മൾ പേര് വിളിക്കുന്നത്. ആൽക്കെയിനുകൾ കാണിക്കുന്ന 9 റിയാക്ഷൻസ്, ഇവർക്ക് താല്പര്യം കുറവാണെങ്കിലും ആള് ചില്ലറക്കാരനൊന്നുമല്ല. 9 റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, നൈട്രേഷൻ, സൾഫോണേഷൻ, ഐസോമറൈസേഷൻ, അരോമറ്റൈസേഷൻ, കമ്പഷൻ, നെക്സ്റ്റ് കൺട്രോൾഡ് ഓക്സിഡേഷൻ, പൈറോളിസിസ് ആൻഡ് റിയാക്ഷൻ വിത്ത് സ്റ്റീം. ഇങ്ങനെ 9 റിയാക്ഷൻസ് ആൽക്കെയിനുകൾ കാണിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ 4 എണ്ണം ഒരു പാർട്ടായിട്ടും ബാക്കി 5 എണ്ണം മറ്റൊരു പാർട്ടുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുക. എന്നാൽ ഞാൻ തുടക്കത്തിൽ പറയട്ടെ, മെയിൻ റിയാക്ഷൻ ഈ 9 എണ്ണത്തിൽ ആൽക്കെയിൻ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണ് കുഞ്ഞെ പറ? ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓർത്തു വെക്കണേ, മെയിൻ റിയാക്ഷൻ ഷോൺ ബൈ ആൽക്കെയിൻ എന്ന് ചോദിച്ചാൽ ഉത്തരം ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ഈ 9 പേരെയും ഒന്ന് ലിസ്റ്റ് ചെയ്യണേ. ഇത് ഓർഡർ ബൈ ഓർഡറിലാണ് നമ്മൾ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ തുടങ്ങുകയാണ്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പൊന്നുമോനെ ശ്രദ്ധിക്കണേ, ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരാൾ ഇറങ്ങിപ്പോകുമ്പോൾ പകരം മറ്റൊരാൾ കയറി വരലാണല്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ ഇറങ്ങിപ്പോകുന്നവനും ഫ്രീ റാഡിക്കലാണ്, കയറി വരുന്നവനും ഫ്രീ റാഡിക്കലാണ്. അപ്പോൾ ഒരു ഫ്രീ റാഡിക്കൽ പോകുന്നു, മറ്റൊരു ഫ്രീ റാഡിക്കൽ കയറി വരുന്നു. ദാറ്റ് ഇസ് വൈ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ബോക്സിൽ ഞാൻ എഴുതി വെച്ച സാധനമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. RH എന്ന് പറഞ്ഞാൽ ആരാ? ആൽക്കെയിൻ ആണ്. R എന്ന് പറഞ്ഞാൽ കാർബൺ ഗ്രൂപ്പ് ആണല്ലോ, ആൽക്കൈൽ ഗ്രൂപ്പ്. അതിൻ്റെ കൂടെ H വന്നാൽ X2 ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്താൽ ഒരു Hഉം ഒരു Xഉം ഇവിടെ നിന്ന് HX ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഒരു Hഉം പോകും, പകരം കൂടാരും പോകും, ഒരു Xഉം പോകും. അപ്പോൾ ഇവിടെ X2 എന്നതിൽ ഒരു X അല്ലേ ഇപ്പോൾ ഹൈഡ്രജൻ്റെ കൂടെ പോയത്, ബാക്കി ഒരു ഹാലജൻ ഉണ്ടല്ലോ. ആ ഹാലജൻ ഈ R ഗ്രൂപ്പിൻ്റെ കൂടെ വന്ന് ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. അപ്പോൾ എന്താണ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ? ഹാലോജിനേഷൻ നടന്നു കഴിഞ്ഞാൽ ആൽക്കെയിനുകളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം ആൽക്കൈൽ ഹാലൈഡുകളാണ്. ആരാടാ? ആൽക്കൈൽ ഹാലൈഡുകളാണ്. ഇവിടെ ഹാലജൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഈ 4 പേരല്ലേടാ ഞാൻ X എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ 4 പേരുമായിട്ടുള്ള റിയാക്ഷൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഞാൻ ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട്, ശരിക്കും പഠിച്ചു വെച്ചോളണം. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതാ നോക്കിയേടാ, ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയോഡിൻ എന്നാണ്. ഇവിടെ അയോഡിനാണ് റിയാക്ടിവിറ്റി കുറവ്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച എല്ലാ റിയാക്ഷൻസിലും അയഡിൻ്റെ റിയാക്ടിവിറ്റി ആയിരുന്നു കൂടുതൽ. ഇവിടെ പക്ഷേ ഫ്ലൂറിനാണ് ഹൈലി റിയാക്റ്റീവ്, ഓർത്തു വെക്ക്. അപ്പോൾ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ ഗ്രേറ്റർ ദാൻ ബ്രോമിൻ ഗ്രേറ്റർ ദാൻ അയോഡിൻ എന്നതാണ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലുള്ള ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതാ ഈ ബോക്സ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ എല്ലാവരും നോക്കിയേ, ഈ ബോക്സ് ഒന്ന് നല്ല മര്യാദക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ആരാണ് കൂടുതൽ റിയാക്റ്റീവ് എന്ന് ശരിക്കും മനസ്സിലാക്കും. ഇതാ ഞാനിവിടെ ഇങ്ങനെ ലേസർ പോയിന്റ് വെച്ച് വായിക്കുന്നുണ്ട്. ഫ്ലൂറിനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൂറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പരിപാടി വയലൻ്റ് ആണ്, പൊട്ടിത്തെറിക്കും, എക്സ്പ്ലോസീവ് ആണ്, ഭയങ്കര വിഗറസ് റിയാക്ഷനാണ്. ഫ്ലൂറിനുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയം തന്നെ റിയാക്ഷൻ നടക്കും. ടേക്സ് പ്ലേസ് ഈവൺ അറ്റ് ഡാർക്ക് കണ്ടീഷൻ. ഡാർക്ക് കണ്ടീഷനിൽ പോലും റിയാക്ഷൻ നടക്കും. എന്താ ഡാർക്ക് കണ്ടീഷൻ? ലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു സം എമൗണ്ട് ഓഫ് എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കലാണ്, ഒരു ഫോഴ്സ് ചെയ്യലാണ്. അപ്പോൾ ചില റിയാക്ഷൻസ് നടക്കാൻ ലൈറ്റിൻ്റെ പ്രസൻസ് ആവശ്യം ഉണ്ടാവും, ചില റിയാക്ഷൻസ് നടക്കാൻ ലൈറ്റിൻ്റെ പ്രസൻസ് പോലും ആവശ്യമില്ല. വിച്ച് മീൻസ് ദോസ് റിയാക്ഷൻസ് ആർ ഹൈ റിയാക്റ്റീവ്. അത്തരത്തിലുള്ള റിയേജൻറ്റുകൾ ഭയങ്കര റിയാക്റ്റീവ് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫ്ലൂറിനേഷൻ നടത്താൻ ലൈറ്റിൻ്റെ ആവശ്യമില്ല. ടേക്ക് പ്ലേസ് ഈവൺ അറ്റ് ഡാർക്ക് കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. ദാറ്റ്സ് വൈ ഫ്ലൂറിനേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബാക്കിയുള്ള എല്ലാ ഹാലോജിനേഷനേക്കാളും ഫ്ലൂറിനേഷൻ വളരെ വലുതാണ്, സ്ട്രെങ്ത് വളരെ വലുതാണ്. ഇനി ക്ലോറിനേഷൻ പഠിച്ചോ. ക്ലോറിനേഷൻ ആണെങ്കിൽ ക്ലോറിനേഷൻ എന്ന ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ, അഥവാ ഒരു ഹൈഡ്രജൻ പോയി പകരം ഒരു ക്ലോറിൻ കയറി ഇരിക്കണമെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. 2 കണ്ടീഷൻ അല്ല, ഏതെങ്കിലും ഒരു കണ്ടീഷൻ. എയ്തർ അവിടെ സൺലൈറ്റ് വേണം ഓർ ഹീറ്റ് വേണം, ഏതെങ്കിലും ഒന്ന് വേണം. ഓർ ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കണേ. ഒന്നിരിക്കൽ സൺലൈറ്റിൻ്റെ പ്രസൻസിലെ ക്ലോറിനേഷൻ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഹീറ്റിൻ്റെ പ്രസൻസിലെ ക്ലോറിനേഷൻ നടക്കുള്ളൂ. എന്ന പോലെയാണ് ബ്രോമിനേഷനും. സൺലൈറ്റിൻ്റെ പ്രസൻസിലോ ഹീറ്റിൻ്റെ പ്രസൻസിലോ നടക്കുള്ളൂ. അങ്ങനെ സൺലൈറ്റിൻ്റെ പ്രസൻസിലാണെങ്കിൽ പോലും ക്ലോറിനേഷൻ നടന്ന അത്ര സ്പീഡിലൊന്നും ബ്രോമിനേഷൻ നടക്കില്ല, സ്ലോ റിയാക്ഷനാണ്. ബ്രോമിനേഷൻ സൺലൈറ്റിൻ്റെ പ്രസൻസിലാണ് നടക്കുക എന്നതിനപ്പുറം സൺലൈറ്റ് കൊടുത്താലും സ്ലോ റിയാക്ഷനാണ്. വിച്ച് മീൻസ് ക്ലോറിനേഷനേക്കാൾ വീക്കാണ്, അല്ലെങ്കിൽ ക്ലോറിനേഷനേക്കാൾ സ്ട്രെങ്ത് കുറവാണ് ബ്രോമിനേഷന് എന്നല്ലേ നമുക്ക് മനസ്സിലാവുക. അയോഡിനേഷൻ നടത്താൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം വേണം. പ്ലസ് അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാലും അയോഡിനേഷൻ റിവേഴ്സിബിൾ ആണ്. വൺ സൈഡ് അല്ല റിയാക്ഷൻ നടക്കുന്നത്. ആ നടന്ന സാധനത്തിന് തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ നടന്ന് അതിൻ്റെ റിയാക്റ്റൻറ്റുകൾ തന്നെ വീണ്ടും ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. വിച്ച് മീൻസ് അയോഡിനേഷൻ അത്രയ്ക്ക് വീക്കാണെന്നാണല്ലോ അതിനർത്ഥം. അയോഡിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനം ആ സാധനമായിട്ട് നിലനിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ തിരിച്ച് പഴയ കോമ്പൗണ്ടുകൾ തന്നെയായി മാറാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അയോഡിനേഷൻ വളരെ വീക്കാണ് ടുവാർഡ്സ് റിയാക്ടിവിറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഫ്ലൂറിനേഷൻ, ക്ലോറിനേഷൻ, ബ്രോമിനേഷൻ, അയോഡിനേഷൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത് വൃത്തിക്ക് എഴുതണേ മോനെ, എഴുതിയാലേ നീയൊക്കെ പഠിക്കുള്ളൂ. കാഴ്ചക്കാരെ ഇരിക്കരുത്, വെറുതെ സിനിമ കാണുന്ന പോലെ ക്ലാസ് കാണരുത്. ഇനി പറ, അയോഡിനേഷൻ റിവേഴ്സിബിൾ ആണല്ലോ. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിന് തിരിച്ച് റിയാക്റ്റൻ്റ് തന്നെ ആയി മാറാനുള്ള ടെൻഡൻസി ഉണ്ട് എന്നല്ലേ അതിനർത്ഥം. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്ക് നഷ്ടമാണല്ലോ. നമ്മളിപ്പോൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റിനെ കോരിയെടുക്കാൻ നോക്കുന്ന സമയത്തേക്ക് ആ പ്രൊഡക്റ്റ് എന്തായി മാറിയിട്ടുണ്ടാവും? റിയാക്റ്റൻ്റ് തന്നെ ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ എവിടെയാണോ റിയാക്ഷൻ തുടങ്ങിയത് അവിടെ തന്നെ ചിലപ്പോൾ റിയാക്ഷൻ കടന്നിങ്ങനെ കളിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് കിട്ടാനാണല്ലോ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. അയോഡിനേഷനിൽ നമ്മൾ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചേ പറ്റൂ. ആ തന്ത്രത്തിന് വേണ്ടി സയൻറ്റിസ്റ്റുകൾ എല്ലാവരും എന്നെ സമീപിച്ചപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു മെത്തേഡാണ്, എടാ അയോഡിനേഷൻ എന്തായാലും റിവേഴ്സിബിൾ ആണല്ലോ, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, റിയാക്ഷൻ ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ വെച്ച് നടത്തുക. അപ്പോൾ ഇവന്മാർക്ക് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, HNO3 ഉണ്ട്, HiO3 ഉണ്ട്, HgO ഉണ്ട്. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ പ്രസൻസിൽ ഇവരെ റിയാക്ഷൻ നടത്തുക. അപ്പോൾ എന്താ ഗുണം എന്നറിയോ? ഇതാ നോക്കിയേ, ഒരു ആൽക്കെയിൻ ഉണ്ട്, അതിലേക്ക് ഞാൻ അയോഡിനേഷൻ നടത്തുകയാണ്. അയോഡിനേഷൻ നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഈ Hഉം Iയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ RI വരും. പ്ലസ് ഈ H ആരുടെ കൂടെ പോയിട്ടുണ്ടാകും? ഈ I2 എന്നതിലെ രണ്ടാമത്തെ അയഡിൻ്റെ കൂടെ HI ആയിട്ട് മാറിയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ ഹൈലി റിയാക്റ്റീവ് ആയത് എന്നറിയോ? ഈ HI എന്ന് പറയുന്ന ആൾ ഹൈലി റിയാക്റ്റീവാണ്.
എന്തുകൊണ്ടാണ് ഇത് റിവേഴ്സിബിൾ ആയത്? എച്ച് എന്ന് പറയുന്ന ആൾ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഉണ്ടാകുന്ന മുറക്ക് എച്ച് എന്ന് പറയുന്ന മോളിക്യൂളിന് ഈ RI എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് കൂടിച്ചേർന്ന് വീണ്ടും ഇതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്താനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ആളാണ് ഇവിടുത്തെ അപകടകാരി. ശരിയല്ലേ? എച്ച് എന്ന് പറയുന്ന ആൾ ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന് തിരിച്ച് റിയാക്റ്റൻ്റ് ആയി മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാകുന്ന സമയം തന്നെ ആ എച്ച് പിടിച്ച് എച്ച് അല്ലാത്ത മറ്റാരെങ്കിലും ആക്കി മാറ്റണം. എച്ച് അവിടെ നിലനിന്നാൽ പ്രശ്നമാണ്. കാരണം എച്ച് ആണ് ഇയാളെ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ ടെൻഡൻസി കൂട്ടുന്ന ആൾ. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കരുത്. അതുവഴി എനിക്ക് RI എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എനിക്ക് കൂടുതൽ എമൗണ്ടിൽ കിട്ടണമെങ്കിൽ ഈ എച്ച് എന്ന് പറയുന്ന ആളൊന്ന് ഒതുങ്ങണം, അല്ലെങ്കിൽ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തിപ്പോകും. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ആളെ ഒതുക്കാനാണ് ഞാൻ അവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ HNO3 പോലെയുള്ള ഏതെങ്കിലും ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചാൽ എച്ച് എന്ന് പറയുന്ന ആൾ പെട്ടെന്ന് തന്നെ I2 ആയിട്ട് അങ്ങോട്ട് മാറിക്കോളും. അപ്പോൾ കുഴപ്പമില്ല, I2 ആയാൽ കുഴപ്പമില്ല. കാര്യം എന്താ? ഈ I2 എന്ന് പറയുന്ന ആൾ നമുക്ക് ഇവിടെ വീണ്ടും ഉപയോഗിക്കാമല്ലോ. I2 ആണല്ലോ ഇവിടെ റിയാക്റ്റൻ സൈഡിലുള്ളത്. അപ്പോൾ ആ റിയാക്റ്റൻ സൈഡിലുള്ള I2-നെ വീണ്ടും 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 ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ റിയാക്ഷൻ വീണ്ടും 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 ഫോർവേഡിലേക്ക് നടന്നോളും. ബാക്ക്വേർഡ് റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തോളും. മനസ്സിലായല്ലോ? അപ്പോൾ സിൻസ് ദി അയഡിനേഷൻ ഈസ് റിവേഴ്സിബിൾ, അയഡിനേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ഓൺലി ഇൻ ദി പ്രസൻസ് ഓഫ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ലൈക്ക് HNO3, HClO3 ഓർ HGO എക്സെട്ര എന്നുള്ള ഒരു ഡയലോഗ് ആണി അടിച്ച് മനസ്സിലൊന്ന് എടുത്തു വെക്ക്. എന്തുകൊണ്ടാണെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പഠിച്ചു. ഇതാ ഇനി ഞാൻ ആ എക്സാമ്പിളിലേക്ക് കിടക്കാൻ. ഇതാരടാ? നമ്മുടെ മീഥൈൻ അല്ലേ ഇയാൾ? മീഥൈൻ, CH4 എന്ന് പറഞ്ഞാൽ മീഥൈൻ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതാ റിയാക്ഷൻ നടക്കാൻ പോവാണേ. എല്ലാവരും കണ്ണ് തുറന്ന് കണ്ടോളണേ. ഈ 4 ഹൈഡ്രജൻ ഉണ്ടല്ലോ കാർബണിൻ്റെ കൂടെ, അതിലൊരു ഹൈഡ്രജൻ റീപ്ലേസ്ഡ് ആയിട്ട് പകരം ഒരു ക്ലോറിൻ കയറിയിരിക്കും. ആ ഹൈഡ്രജൻ ആരുടെ കൂടെ പോയി? ഇവിടെ കയറി വന്ന ക്ലോറിൻ്റെ കൂടെയുള്ള ഒരു ക്ലോറിൻ ആണല്ലോ ഇപ്പോൾ CH3യിലേക്ക് വന്നത്. മറ്റേ ഒരു ക്ലോറിൻ ബാക്കിയുണ്ടല്ലോ, അയാളും Hഉം HCl ആയിട്ട് അവിടുന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നത് കാണാം. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. 2 ക്ലോറിൻ ഒരു വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടിൽ ആരാണുള്ളത്? ഒരു കാർബണും 4 ഹൈഡ്രജനും ഇങ്ങനെ താമസിക്കുന്ന വീടാണ്. അതിലേക്ക് 2 ക്ലോറിൻ വരുന്നു. ഒരു ക്ലോറിനും ഒരു ഹൈഡ്രജനും അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. പട്ടാപകലാണ് എലിമിനേറ്റ് ചെയ്യുന്നത്, നട്ടപ്പാതിരക്കൊന്നുമല്ല. എങ്ങനെ മനസ്സിലായി? H എന്ന് പറഞ്ഞാൽ ആരാടാ? പറ. സൺലൈറ്റ് ആണ്. അപ്പോൾ ഇനിമേൽ സൺലൈറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ, ഇത് റിയാക്ഷൻ നടക്കുന്നത് വെളിച്ചത്തിലാണ്, സൺലൈറ്റിന്റെ പ്രസൻസിലാണ് എന്ന് റെപ്രസെന്റ് ചെയ്യാൻ ആരോ മാർക്കിന് മുകളിൽ ഞാൻ ഇനി പറയുന്ന ഏത് വാക്ക് വേണമെങ്കിലും ഉണ്ടാകാം. ചിലപ്പോൾ HNu എന്നുണ്ടാവാം, ചിലപ്പോൾ UV എന്നുണ്ടാവാം, ചിലപ്പോൾ എനർജി എന്നുണ്ടാവാം, ചിലപ്പോൾ ഇങ്ങനെ ഒരു വര കാണാം, ചിലപ്പോൾ ഫോട്ടോൺ എന്ന് എഴുതിയിട്ടും കാണാം. ഇങ്ങനെ എന്ത് കണ്ടാലും മനസ്സിലാക്കണം, റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പോൾ സൺലൈറ്റിന്റെ പ്രസൻസിൽ നട്ടുച്ച നേരത്ത് 2 ക്ലോറിൻ കയറി വരുന്നു, ഒരു ഹൈഡ്രജനെ കൈപിടിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. നാട്ടുകാർ മുഴുവൻ കാണുന്നു ഒരു HCl ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ആ കാർബണും 4 ഹൈഡ്രജൻ ഉണ്ടായിരുന്നതിൽ ഒരു ഹൈഡ്രജൻ പോയി, ബാക്കി 3 ഹൈഡ്രജനല്ലേ ഉള്ളൂ. അതാണ് ഈ CH3. ആ 3 ഹൈഡ്രജൻ ഉള്ള ആൾ എന്ത് ചെയ്യുന്നറിയോ? കൂടെ വന്ന മറ്റൊരു ക്ലോറിൻ ഉണ്ടല്ലോ, പൊട്ടൻ, കാവല് നിൽക്കാൻ വന്നവൻ, അവനവിടെ നിർത്തും. നീ പോകാൻ വരട്ടെ, നീ അവിടെ നിന്നേക്ക്. അങ്ങനെയാണ് എന്ത് കിട്ടിയത്? പറ. CH3Cl. അതിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ക്ലോറോമീഥൈൻ എന്ന് പേര് വിളിക്കും IUPACയിൽ. ഇനി കോമൺ നെയിമായിട്ട് മീഥൈൽ ക്ലോറൈഡ് എന്നും പേര് വിളിക്കും. എന്താടാ പേര്? മീഥൈൽ ക്ലോറൈഡ്. റിയാക്ഷൻ അവിടെ അവസാനിക്കുന്നില്ല മോനെ. ഒരു ക്ലോറിൻ വീട്ടിലേക്ക് പോയി അവിടുന്ന് ഒരു Hനെ കൊണ്ട് നാട് കടന്ന വിവരം നാട്ടിൽ മുഴുവൻ പാട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത മോളിക്യൂൾ ക്ലോറിൻ അങ്ങോട്ട് വീണ്ടും കയറി ചെല്ലുകയാണ്. രാത്രിയാണോ പകലാണോ കയറി ചെല്ലണേ? അതേ ദിവസം തന്നെ പകലിലാണ് കയറി ചെല്ലുന്നത്, ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഇനിയുണ്ടല്ലോ അവിടെ 3 ഹൈഡ്രജൻ, അടുത്ത ഹൈഡ്രജനെയും വാരിയെടുത്ത് അടുത്ത ക്ലോറിൻ പോകുന്നു, HCl പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരനായ കാർബൺ എന്ത് ചെയ്യും? കാവല് നിൽക്കാമെന്ന ക്ലോറിനെ അവിടെ വീണ്ടും പിടിച്ചു നിർത്തും. അപ്പോൾ ഇനി ആ കാർബണിൻ്റെ കൂടെ ആരൊക്കെയുണ്ട്? 2 ഹൈഡ്രജനെ ഇനി ബാക്കിയുള്ളൂ. 4 ഹൈഡ്രജൻ ഉണ്ടായിരുന്നതിൽ 2 എണ്ണം ബാക്കിയുള്ളൂ. പക്ഷേ പകരം അയാൾ 2 ക്ലോറിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. CH2Cl2 എന്നാണ് ഇവിടെ കിട്ടിയ പ്രൊഡക്റ്റിൻ്റെ പേര്. അതിനെ ഞങ്ങൾ എന്താണ് കോമൺ നെയിമിൽ വിളിക്കുക എന്നറിയോ? എന്താ വിളിക്കുക? മെത്തിലിഡീൻ അല്ലെ മെത്തിലീൻ ക്ലോറൈഡ് എന്നാണ് പേര് വിളിക്കുക. എന്താടാ? മെത്തിലീൻ ക്ലോറൈഡ്. CH2 ഗ്രൂപ്പിനെ മെത്തിലീൻ എന്ന് പേര് വിളിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ മെത്തിലിഡീൻ എന്നും പറയാം കേട്ടോ. 2 വാലൻസി ഒരേ കാർബണിലാണെങ്കിൽ ഇഡീൻ എന്ന് ചേർത്ത് പറയും. എത്തിലിഡീൻ, മെത്തിലിഡീൻ അങ്ങനെ പറയും. അപ്പോൾ ഇതിനെ മെത്തിലീൻ ക്ലോറൈഡ് എന്നാണ് പേര് വിളിക്കുക. ഏതോ ആവട്ടെ, നാട്ടിൽ മുഴുവൻ പാട്ടായി. ആ വീട്ടിൽ ചെന്ന ഹൈഡ്രജനുമായിട്ട് ഒളിച്ചോടാം എന്ന വാർത്ത കേട്ട് വീണ്ടും വരികയാണ് അടുത്ത മോളിക്യൂൾ ക്ലോറിൻ. എന്ത് സംഭവിക്കുന്നു? പട്ടാപ്പകൽ കയറി വരുന്നു, അടുത്ത മോളിക്യൂൾ HCl ഇറങ്ങിപ്പോകുന്നു, ഒരു ഹൈഡ്രജൻ വീണ്ടും പോകുന്നു.
വീണ്ടും ഒരു ക്ലോറിൻ്റെ എണ്ണം കൂടുന്നു, അപ്പോൾ CHCl3 എന്നായി മാറുന്നു. ശരിയല്ലടാ, ഒരു ഹൈഡ്രജൻ എണ്ണം കുറഞ്ഞു, ഒരു ക്ലോറിൻ്റെ എണ്ണം കൂടി. അവനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ക്ലോറോഫോം എന്ന് പേര് വിളിക്കുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പോകുന്ന പോക്കിൽ ആ ഇറങ്ങിപ്പോകുന്ന HCl ഒരു വാക്ക് പറഞ്ഞു പോകുന്നുണ്ട്, എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ പെട്ടെന്ന് ചെന്നോ, ഇനി ഒരൊറ്റ ഹൈഡ്രജൻ കൂടി ബാക്കിയുള്ളൂ. കാർബണിൻ്റെ വീട്ടിലുണ്ടായിരുന്ന 4 എണ്ണത്തിൽ 3 എണ്ണം മറുകണ്ഠം ചാടി, ഇനി ഒരൊറ്റ എണ്ണല്ലേ ബാക്കിയുള്ളൂ. അയാളെ മോഹിച്ച് വീണ്ടും അടുത്ത ക്ലോറിൻ ചെല്ലുന്നു. ഇടപാട് നടക്കുന്നു, HCl ഇറങ്ങിപ്പോകുന്നു. എന്താണ് പ്രൊഡക്റ്റ് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു കാർബണും 4 ഹൈഡ്രജൻ നിന്ന സ്ഥാനത്ത് 4 ക്ലോറിനും നിൽക്കുന്നു. കളി മനസ്സിലായോ? നമ്മളതിനെ കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പേര് വിളിക്കും. എന്താടാ പേര്? കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പേര് വിളിക്കും. കാർബൺ ടെട്രാ ക്ലോറൈഡ്. എടാ, ഒരു ക്ലോറിൻ മാത്രമുള്ള പ്രൊഡക്റ്റ് ഇല്ലേ, അതിനെ നമ്മൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ലെങ്കിൽ മോണോക്ലോറിനേറ്റഡ് ആൽക്കെയിൻ എന്നാണ് പേര് വിളിക്കുക. മോണോക്ലോറിനേഷൻ ആണ് അവിടെ നടന്നത്. 2 ക്ലോറിൻ പോയാലോ, ഇതാ ഇപ്പോൾ അവിടെ 2 ക്ലോറിൻ വന്നു, അതിനെ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് വിളിക്കും. 3 എണ്ണം വന്നാൽ ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്, 4 എണ്ണം വന്നാൽ ടെട്രാ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അതിൽ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഹൗ മെനി മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സ് ആർ പോസിബിൾ ഫോർ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ടോട്ടൽ എത്ര കോമ്പൗണ്ട് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 13 കോമ്പൗണ്ട് ഉണ്ട്. ഈ 13 കോമ്പൗണ്ടുകൾക്ക് എത്ര മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റുകൾ പോസിബിൾ ആണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും കേൾക്കണേ. എടാ, നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട പണി എന്താ അറിയോ? ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറയുന്ന പണി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയാൽ ഈഥൈനാണ്. ഇതിൽ എത്ര മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റുകൾ പോസിബിൾ ആണെന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിലുള്ള കാർബൺ ആറ്റങ്ങളെ എണ്ണണം. എങ്ങനെ എണ്ണണം? 2 അറ്റന്നും എണ്ണണം. അതായത് ഇത് 1ാമത്തെ കാർബണാണ്, ശരിയല്ലേ? അപ്പോൾ ഇത് എത്രാമത്തെ കാർബണാ? ഇത് 1ാമത്തെ കാർബൺ തന്നെയാണ്. അതെങ്ങനെയാ? എടാ, ക്ലോറിൻ വരുന്നത് ഈ കാർബണിലാണെങ്കിൽ നമ്മൾ അതിനെ 1 ക്ലോറോ ഈഥൈൻ എന്ന് പേര് പറയും. ഇവിടെയാണെങ്കിലോ അപ്പോഴും നമ്മൾ 1 ക്ലോറോ ഈഥൈൻ എന്ന് പേര് പറയും, ശരിയല്ലേ? അപ്പോൾ ഒരറ്റത്ത് വന്നാൽ അവിടെ 1 നിന്നും, ഇവിടെ അറ്റത്ത് വന്നാൽ ഇവിടെയാണല്ലോ 1 നിന്ന. ഒരു ക്ലോറിൻ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞത്. സാറ് 2 ഭാഗത്തും വന്നാലോ അത് ചോദിക്കരുത്. കാര്യം ക്വസ്റ്റ്യൻ ഇതാണ്, മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റേ ചോദിച്ചിട്ടുള്ളൂ. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റേ നിന്നോട് ചോദിക്കുള്ളൂ. അപ്പോൾ ഒരു ക്ലോറിൻ വരുന്നത് 1ാമത്തെ കാർബണിലേക്കാവാം, അല്ലെങ്കിൽ തൊട്ടടുത്ത കാർബണിലേക്കാവാം. ഈ തൊട്ടടുത്ത കാർബണിലേക്ക് ക്ലോറിൻ വന്നാലും നമ്മൾ അതിനെ 1 എന്നാണല്ലോ എണ്ണുക. അപ്പോൾ ആകെ മൊത്തം നോക്കിയാൽ ഈ 2 കാർബണിൽ ആകെ ഒരു ടൈപ്പ് ഓഫ് കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. ഏത് അറ്റത്ത് ക്ലോറിൻ വന്നാലും അതിനെ നമ്മൾ 1 എന്ന് പേര് വിളിക്കും. ദാറ്റ് ഇസ് വൈ ഓൺലി 1 മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് മാത്രമേ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ 2 അറ്റത്തു നിന്നാണ് എണ്ണേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ 2ാമത്തതിനെ ഇവിടെ 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 1 എന്ന് കൊടുക്കാൻ പറ്റിയ മറ്റൊരു കാർബൺ ഉണ്ട്, അത് ഇത് 1 ആണ്, ശരിയല്ലേ? ഇനി സെൻറ്ററിൽ ഒരു കാർബൺ ഇല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ 1 എന്ന് കൊടുക്കാൻ പറ്റില്ല. കാര്യം അവിടെ ക്ലോറിൻ വന്നാലും നമുക്ക് ഏതെങ്കിലും അറ്റത്തു നിന്നല്ലേ എണ്ണാൻ പറ്റുള്ളൂ. ഏത് അറ്റത്തു നിന്ന് എണ്ണിയാലും ഇയാൾ 2ാമത്തെ കാർബണാണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. എത്ര ടൈപ്പ് കാർബൺ ഉണ്ട്? 2 ടൈപ്പ് കാർബൺ ഉണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ എത്ര മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റുകൾ പോസിബിൾ ആണ്? 2 ടൈപ്സ് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മോണോക്ലോറിനേറ്റഡ് പ്രൊഡക്റ്റ് ആർ പോസിബിൾ. നെക്സ്റ്റ് നോക്കിയടാ, എണ്ണാണ് 1 1 2 2, ശരിയല്ലേ? ഒരു കാർബണിലേക്ക് ക്ലോറിൻ വന്നാൽ അയാൾക്ക് ചെറിയ നമ്പർ കിട്ടാൻ എവിടെ നിന്നാണോ എണ്ണുക, ആ നമ്പറാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് എണ്ണേണ്ടത്. ശരിക്കും ഇങ്ങനെ നോക്കിയാൽ മതി. അറ്റത്ത് ഇങ്ങനെ തുടങ്ങുക, സെൻറ്ററിലേക്ക് ഇങ്ങനെ നമ്പർ കൊടുത്ത് വരിക. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് മോണോക്ലോറിനേറ്റഡ് പ്രൊഡക്റ്റുകൾ പോസിബിൾ ആണ്. ഇവിടെ നോക്കിയാൽ 1 1 2 2 3 പെൻറ്റൈൻ ആണ്. പെൻറ്റൈൻ 5 കാർബൺ ഉണ്ടെങ്കിലും 3 ടൈപ്പ് മോണോക്ലോറിനേറ്റഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റുകൾ ആർ പോസിബിൾ. ദാറ്റ്സ് വൈ നമ്പർ ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്റ്റ് ഈസ് 3. നെക്സ്റ്റ് നോക്കിയടാ, ഇവിടെ 1 എന്ന് കൊടുത്താൽ 1 എന്ന് കൊടുക്കാൻ പറ്റുന്ന മറ്റു കാർബണുകൾ ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്, ശരിയാ. ഇതിനെ 1 എന്ന് കൊടുക്കാം. എഴുതിയത് മാറിപ്പോയി. ഇതിനെ എനിക്ക് 1 എന്ന് കൊടുക്കാം, ഇതിനെയും 1 കൊടുക്കാം, ശരിയല്ലടാ? ഇതൊക്കെ ഒരു അറ്റത്ത് കിടക്കുന്ന കാർബൺ അല്ലേ? അവിടൊക്കെ ഞാൻ എന്താ കൊടുക്കുക? 1 എന്നാ കൊടുക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ 2 എന്നല്ലേ കൊടുക്കുക. കാര്യം അവിടെ ക്ലോറിൻ വന്നാൽ ഏത് അറ്റത്ത് നിന്ന് എണ്ണി നോക്കിയാലോ അത് 2ാമത്തെ കാർബണാണ്. ദാറ്റ് ഇസ് വൈ ഓൺലി 2 ടൈപ്സ് ഓഫ് മോണോക്ലോറിനേറ്റഡ് പ്രൊഡക്ട്സ് ആർ പോസിബിൾ. എത്ര ടൈപ്പ് കാർബൺ ആറ്റം ഉണ്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അവിടെ ഒരു ക്ലോറിൻ വന്നാൽ അതിന് എന്ത് പേര് കൊടുക്കുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്താ നോക്കിയേ, ഈ കാർബൺ നോക്കിയാൽ 6ാമത്തതിൽ ഈ CH3ക്ക് ഞാൻ 1 കൊടുത്താൽ അതേ ടൈപ്പ് ഓഫ് CH3കൾ തന്നെയല്ലേ ഇവിടൊക്കെ ഉള്ളത്. 1 1 1 1 ഇവിടൊക്കെ ഓരോ കാർബണുകൾ, ഇവിടൊക്കെ ക്ലോറിൻ വന്നാൽ അതിനെയല്ലേ നമ്മൾ 1 എന്ന് പേര് കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4 എണ്ണത്തിൽ എവിടെ ക്ലോറിൻ വന്നാലും ഒരേ നെയിമാണ്, ഒരേ പേരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൺലി 1 ടൈപ്പ് ഓഫ് മോണോക്ലോറിനേറ്റഡ് പ്രൊഡക്റ്റ് ആർ പോസിബിൾ. അടുത്ത നോക്കിയേ, ഇവിടെ 1 കൊടുത്തു.
അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെയല്ലേ ഈ കാണുന്ന എല്ലാ CH3യും കിടക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ക്ലോറിൻ കൊടുക്കുക, ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ കൊടുക്കുക, എന്നിട്ട് ഇതിനൊരു IUPAC നെയിം ഇട്ട് വെക്കുക. ഇയാൾ ഡിഫറൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോറിൻ കൊടുത്തു നോക്കുക. അവിടെയുമല്ല, ഇവിടെ മാത്രം ഒരു ക്ലോറിൻ കൊടുത്തു നോക്കുക. അപ്പോൾ പിന്നെ ഇവിടെ കൊടുക്കരുത്. നേരത്തെ കൊടുത്താൽ അല്ലാതെ രണ്ടാമതൊരു പ്രൊഡക്റ്റ് ആയിട്ട്, രണ്ടാമതൊരു കോമ്പൗണ്ട് ആയിട്ട് ഇവിടെ ഒരു ക്ലോറിൻ കൊടുത്ത് നോക്കുക. എന്നിട്ട് അതിന് പേരിട്ട് നോക്കുക. പേരിട്ട് നോക്കിയാൽ രണ്ടിനും സെയിം നെയിം ആയിരിക്കും. സെയിം നെയിം ആണെങ്കിൽ സെയിം കോമ്പൗണ്ട് ആണെന്നാണല്ലോ അർത്ഥം. അടുത്ത ആളൊന്ന് നോക്കിയാൽ ഇത് ശ്രദ്ധിക്കണം. എട്ടാമനൊന്ന് ശ്രദ്ധിക്കണം. എട്ടാമനെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ്റെ പേര് ഐസോ ഒക്ടെയിൻ ആണെന്ന് പണ്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. ഐസോ ഒക്ടെയിൻ ആണ് ഇതിലെ ടൈപ്പ് ഓഫ് കാർബൺ ഒക്കെ കണ്ടെത്താൻ. മോനെ, ഇതിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ 1 കൊടുത്തു. അതേ അറ്റ്മോസ്ഫിയറിലുള്ള മറ്റൊരാളുണ്ട്, ഇത് ശരിയല്ല, ഈ CH3, ഇതിനെ എനിക്ക് 1 കൊടുക്കാം. അപ്പോൾ ചിലർക്ക് തോന്നും, സാറേ എല്ലാ CH3ക്കും 1 കൊടുത്തൂടെ, അപ്പോൾ ഇവിടെയും 1 കൊടുത്തൂടെ? പറ്റില്ല. എല്ലാ CH3ക്കും 1 കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരേ അറ്റ്മോസ്ഫിയറിലുള്ള എല്ലാ കാർബണിനും 1 കൊടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്താ സാറേ? ഞാൻ കാണിച്ചു തരാം. ശരിക്കും ശ്രദ്ധിച്ചോട്ടാ. ഇവിടെ ക്ലോറിൻ വന്നാൽ കൊടുക്കുന്ന പേരൊന്ന് ഇട്ട് നോക്ക് പ്ലീസ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള പണിയാണ്, ഇല്ലെങ്കിൽ വിട്ടേക്ക്. ഇവിടെ ക്ലോറിൻ വന്നാൽ കൊടുക്കേണ്ട പേരിട്ട് നോക്കുക, ഇവിടെ ക്ലോറിൻ വന്നാൽ കൊടുക്കേണ്ട പേരിട്ട് നോക്കുക. അത് രണ്ടും സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ ക്ലോറിൻ വന്നാൽ കൊടുക്കുന്ന പേര് ഡിഫറൻ്റ് ആയിരിക്കും. കാര്യം എന്താ? ഇവിടെ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ ക്ലോറിൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് അല്ലേ ഉള്ളത്. അപ്പോൾ എന്തായാലും 2 മീഥൈൽ എന്നതിൻ്റെ പേരിലുണ്ടാവും. എന്നാൽ ഇവിടെയാണ് ഞാൻ ക്ലോറിൻ കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ 2 ബ്രാഞ്ച് ഉണ്ടടാ. അപ്പോൾ 2,2 ഡൈമീഥൈൽ എന്നുണ്ടാകും. അപ്പോൾ തന്നെ പേര് മാറി. പേര് മാറിയാൽ ഡിഫറൻറ്റ് പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ഇവിടെ CH3ക്ക് 1 കൊടുക്കുന്നത് കണ്ട് ഇവിടുത്തെ CH3കൾക്ക് 1 കൊടുക്കരുത്. കാര്യം അത് ഡിഫറൻറ്റ് എൻവയോൺമെൻറ്റിലാണ്. അറ്റാച്ച് ചെയ്ത കാർബൺ ഡിഫറൻ്റ് ആണ്. നോക്കിയാൽ മനസ്സിലാകും. ഈ CH3 അറ്റാച്ച് ചെയ്തത് CHലേക്കാണ്, ഈ CH3 അറ്റാച്ച് ചെയ്യുന്നത് Cയിലേക്കാണ്. അതുകൊണ്ട് എന്തായാലും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ക്ലോറിൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഡിഫറൻ്റ് ആയിരിക്കും. കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ നെയിം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ 1 എന്ന് കൊടുക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഇതിനെ 2 എന്ന് കൊടുക്കുന്നു. അതിന് 2 എന്ന് കൊടുത്താൽ ഈ 3 എണ്ണത്തിനും 2 തന്നെയാണ് പേര് വരിക. ശരിയല്ലേ? ഓക്കെ. ഇനി എവിടേക്കാണ് ഹൈഡ്രജൻ ഉള്ളത്? നോക്കിക്കേ, ഹൈഡ്രജൻ ഉള്ളത് തൊട്ട് മുകളിൽ. ഹൈഡ്രജൻ ഇല്ലാത്ത കാർബണുകൾക്ക് പേര് നമ്പർ കൊടുത്തിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടൊക്കെ കാർബണുകൾ ഉണ്ടെങ്കിലും ഹൈഡ്രജൻ ഇല്ലല്ലോ. നമുക്ക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടല്ലേടാ ക്ലോറിൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ തൊട്ട് മുമ്പത്തെ ഈ കാർബണുകൾക്കൊന്നും നമ്മൾ നമ്പർ കൊടുക്കാതിരുന്നത്. ദാറ്റ്സ് വൈ ഇവിടത്തെ കോമ്പൗണ്ടിലും ഇയാൾക്ക് നമുക്ക് നമ്പർ കൊടുക്കാൻ പറ്റില്ല. കാര്യം അതിൽ ഹൈഡ്രജൻ ഇല്ല. ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, അതിൽ നമ്പർ കൊടുക്കാം 3 എന്ന് കൊടുത്തു. ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, അതിലും നമ്പർ കൊടുക്കാം 4 എന്ന് കൊടുത്തു. അപ്പോൾ ടോട്ടൽ എത്ര ടൈപ്പുകളായി? ഞാനിപ്പോൾ കൊടുത്ത നമ്പറുകളെല്ലാം കാർബൺ ആറ്റങ്ങളുടെ ടൈപ്പിനെയാണ്. അതുകൊണ്ട് 4 ടൈപ്പ് പ്രൊഡക്റ്റുകൾ ആർ പോസിബിൾ. അടുത്തത് നോക്കിയേ, ഒരു മീഥൈൽ സൈക്ലോപ്രൊപ്പൈൻ ആണ്. മീഥൈൽ സൈക്ലോപ്രൊപ്പൈനിൽ എല്ലാ കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 1 കൊടുക്കാം, CH3 ആണ്. ഇവിടെ 2 എന്ന് കൊടുക്കാം, അവിടെ CH ആണ്. ഇവിടെ 3 എന്ന് കൊടുക്കാം, അവിടെ CH2 ആണ്. ശരിയല്ലേ? ഇവിടെ പക്ഷേ എനിക്ക് 3 എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഇയാളും ഒരേപോലെയാണ്. എവിടെ കൊടുത്താലും ഒരേ പേരാണ്. അതുകൊണ്ട് ഇവിടെ 3 ടൈപ്സ് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സ് ആർ പോസിബിൾ. നോക്കിയേ, ഇവിടെ 1 കൊടുത്താൽ ഇത് സിമെട്രിക്കൽ ആണല്ലോ. കണ്ടാൽ മനസ്സിലാവും ഈ കോമ്പൗണ്ട് സിമെട്രിക്കലാണ്. അതുകൊണ്ട് മുകളിൽ 1 കൊടുത്താൽ അതേപോലെ തന്നെയാണ് താഴെ. ശരിയല്ലേടാ? അപ്പോൾ മുകളിൽ 1 കൊടുത്താലും താഴെ 1 കൊടുത്താലും ഒരേ പേരാ. സിമെട്രിക്കൽ ആണെങ്കിൽ സിമ്പിളാണ്. ഇവിടെ 2 എന്ന് കൊടുത്താൽ ഇവിടെ 2 എന്ന് കൊടുക്കാം, ഇവിടെ 3 എന്ന് കൊടുത്താൽ ഇവിടെ 3 എന്ന് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഇവിടെ 3 ടൈപ്സ് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സ് ആർ പോസിബിൾ. നെക്സ്റ്റ് വൺ 11ാമൻ നമ്മുടെ ബെൻസീന. ബെൻസീനിലെ എല്ലാ കാർബണാറ്റും ഒരേപോലെ അല്ലേടാ? എല്ലാം CH2 എന്നാണ്. ശരിയല്ലടാ? എല്ലാം CH2 എന്നാണ്. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ CH2, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ CH2, ഇവിടെ CH2 അല്ല കേട്ടോ, CH ആണേ, മാറിപ്പോയി. CH2 അല്ല, CH പറഞ്ഞപ്പോൾ മാറിപ്പോയി. ബെൻസീൻ അല്ലേടാ? CH എന്നല്ലേ വരിക? അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ CH, സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH. ഇങ്ങനെയല്ലേടാ ബെൻസീൻ? എല്ലാവരും ഒന്ന് നോക്കിയേ, എല്ലാതും CH ആണ്. എല്ലാത്തിലും ഒരു ഡബിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. നീ ഇവിടെ ക്ലോറിൻ കൊടുത്താലും, ഇവിടെ ക്ലോറിൻ കൊടുത്താലും, ഇവിടെ ക്ലോറിൻ കൊടുത്താലും, ഇവിടെ ക്ലോറിൻ കൊടുത്താലും ഒക്കെ അതിൻ്റെ പേര് ക്ലോറോബെൻസീൻ എന്നാണ്. ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെ 6 കാർബൺ ആറ്റങ്ങളും 1 മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഓൺലി 1 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് പോസിബിൾ ഡ്യൂറിങ് ദി മോണോക്ലോറിനേഷൻ ഓഫ് ബെൻസീൻ. നെക്സ്റ്റ് നാഫ്തലീൻ ആണ്. ആരാടാ പറ? നാഫ്തലീൻ ആണ്. നാഫ്തലീൻ ഒന്ന് നോക്കിക്കേ. നാഫ്തലീനിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സിമ്മട്രിക്കൽ ആയതുകൊണ്ട് എണ്ണാൻ എളുപ്പമാണ്. ഇവിടെ 1 കൊടുക്കാം.
അപ്പോൾ ഇവിടെയും 1, ഇവിടെയും 1, ഇവിടെയും 1. ശരിയല്ലേ? ആ 4 ഒരേ എൻവയോൺമെൻറ്റിലാണ്. ഇവിടെ പക്ഷേ എനിക്ക് 2 കൊടുക്കാം. അപ്പോൾ അതേപോലെയാണ് ഇവിടെ കൊടുത്താലും, അതേപോലെയാണ് ഇവിടെ കൊടുത്താലും, അതേപോലെയാണ് ഇവിടെ കൊടുത്താലും. ഇനി നിങ്ങളുടെ കണ്ണിൽ ഒരാൾ കൂടി പെടും. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കൂ, സാർ ഇവിടെ 3 കൊടുത്തൂടെ. പക്ഷേ നിങ്ങൾ നോക്കിക്കേടാ, ഈ കാർബണിൽ ഓൾറെഡി 4 വാലൻസീസ് സാറ്റിസ്ഫൈഡ് ആണ്. അതിലിനി ഹൈഡ്രജൻ ഇല്ല. ഹൈഡ്രജൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഹൈഡ്രജൻ ഉള്ള സ്ഥലങ്ങൾ 2 വിധത്തിലാണ് നാഫ്തലീനുള്ളത്. അതുകൊണ്ട് 2 types of mono substitutions are possible. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഇവൻ്റെ പേര് ബൈഫിനൈൽ എന്നാണ്. ബൈഫിനൈൽ സിമെട്രിക്കൽ ആണോ? സിമെട്രിക്കൽ ആണല്ലോ. സിമെട്രിക്കൽ ആണെങ്കിൽ അറ്റങ്ങളിൽ ഒരേപോലെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ടേ, ഇവിടെ ഞാൻ 1 കൊടുക്കുന്നു, ഇവിടെ ഞാൻ 1 കൊടുക്കുന്നു, ഇവിടെ ഞാൻ 2 കൊടുക്കുന്നു. അപ്പോൾ അവിടെയും ഇവിടെയും 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 2 വരും. ഒരേപോലെയാണല്ലോ. ഇവിടെ 3 കൊടുക്കുന്നു, അപ്പോൾ ഇവിടെയും 3, ഇവിടെയും 3, ഇവിടെയും 3. പിന്നെ ഇവിടെ 4 കൊടുക്കാൻ പറ്റില്ല, കാര്യം അവിടുത്തെ ബോണ്ടുകൾ എന്താണ്? കംപ്ലീറ്റഡ് ആണ്. ദർ ഇസ് നോ ഹൈഡ്രജൻ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ. ദാറ്റ് ഇസ് വൈ ഓൺലി 3 types of mono substitutions are possible in biphenyl. പഠിച്ചല്ലോ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചു. ഇനി ഇപ്പോഴും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ തന്നെയാണ് ചർച്ച കേട്ടോ. മെക്കാനിസം ഓഫ് മോണോക്ലോറിനേഷൻ ഓഫ് മീഥൈൻ ആണ്. മീഥൈൻ ഉണ്ടല്ലോ, മീഥൈൻ. ആ മീഥൈൻ എന്ന് പറഞ്ഞാൽ CH4 അല്ലേ, അതിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു HCl ഇറങ്ങിപ്പോയിട്ട് CH3Cl കിട്ടുമല്ലോ. ആ ഒരൊറ്റ സ്റ്റെപ്പിൻ്റെ മെക്കാനിസമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. 3 സ്റ്റെപ്പിലായിട്ടാണ് റിയാക്ഷൻ നടക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് ചെയിൻ ഇനീഷിയേഷൻ എന്ന് പേര് വിളിക്കും. എന്താടാ? ചെയിൻ ഇനീഷിയേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൻ്റെ പേരാണ് ചെയിൻ പ്രൊപ്പഗേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ പേരാണ് ചെയിൻ ടെർമിനേഷൻ. ഇങ്ങനെ 3 പേരുകളിലായിട്ടാണ് എന്ത് നടക്കുക? 3 സ്റ്റെപ്പിലായിട്ടാണ് മോണോക്ലോറിനേഷൻ ഓഫ് മീഥെയിൻ നടക്കുന്നത്. ഇനീഷ്യേഷനിൽ സംഭവിക്കുന്നത് എന്താ? ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണല്ലോ. എന്താണ് ഈ ഒരു റിയാക്ഷൻ നടക്കാനുണ്ടായ ചേതോവികാരം? എന്താണ് അതിൻ്റെ ഒരു തുടക്കം? എന്താണ് സംഭവം? സിമ്പിളാണ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ആണല്ലോ, Cl2 എന്ന് പറയുന്ന മോളിക്യൂൾ ആണല്ലോ നിങ്ങളിപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാണുന്നത്. Cl. അയാൾക്ക് ഹോമോളിസിസ് നടക്കും. അയാൾക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നു. ആ ഹോമോളിസിസ് ആണ് ഈ കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഹോമോളിസിസ് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഈക്വലി ഫിഷൻ നടന്ന് ഇവിടെ ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ പ്ലസ് മറ്റൊരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. ഇതാണ് കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം. സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ മോളിക്യൂളിന് അങ്ങനെ ഒരു തോന്നലുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും ഓരോ വികാരങ്ങളല്ലേ. ക്ലോറിൻ അങ്ങനെയാണ് തോന്നിയത്. സൺലൈറ്റിന്റെ പ്രസൻസിൽ പകലായപ്പോൾ ക്ലോറിൻ തോന്നി എന്നാൽ പിരിഞ്ഞേക്കാം, ഹോമോളിസിസ് നടത്തിയേക്കാം. ക്ലോറിൻ അങ്ങനെയാണ് ഹോമോളിസിസ് നടന്നു. ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ഈ ഉണ്ടായ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ നേരത്തെ പെയറായി നിന്നവൻ ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് സിംഗിളായിട്ടാണല്ലോ നിൽക്കുന്നത്. സിംഗിളായി നിന്നാൽ അവൻ നാറിയാണ്. അവനെ കൊണ്ടുണ്ടാകുന്ന ശല്യം ചെറുതൊന്നും ആയിരിക്കില്ല. അവനാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. നോക്കിയേ, ആരുടെ അടുത്തേക്കാണ് പോക്ക്? നോക്കിയേട്ടാ, CH3H എന്ന് പറയുന്ന ആളുടെ അടുത്തേക്കാണ് പോക്ക്. എന്നിട്ട് ഈ എച്ചിനെ എങ്ങനെ പറഞ്ഞ് വശീകരിക്കുകയാണ്. എച്ചിനോട് പറയാണ് എന്ത്? ഞാനൊക്കെ പിരിഞ്ഞൂട്ടാ, നീ ഇപ്പോഴും ഇങ്ങനെ സ്പെയറായിട്ട് നടന്നോ, വേണേ ബ്രേക്കപ്പ് ആയിക്കോ. പറഞ്ഞു കേട്ട് ശല്യം സഹിക്കവേണ്ട അവസാനം ആ ഹൈഡ്രജനും CH3യും തമ്മിൽ ഹോമോളിസിസ് നടക്കും. അപ്പം രണ്ടാമത്തെ ഹോമോളിസിസ് നടന്നത് ആരുടെ പ്രേരണയിലാണ്? ബൈ ദി ഇൻഡക്ഷൻ ഓഫ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ. ക്ലോറിൻ ഫ്രീ റാഡിക്കലിൻ്റെ പ്രേരണയിലാണ്. അപ്പോൾ സംഭവം ക്ലോറിൻ ഫ്രീ റാഡിക്കൽ വന്ന് ഹൈഡ്രജനോട് പറയണത് ഇപ്പം ഞാൻ ഫ്രീ ആണ്, ആ മറ്റേ ക്ലോറിനുമായിട്ടുള്ള ഇടപാടൊക്കെ ഞാൻ നിർത്തി, ഇപ്പം എന്തോ ഒരു സമാധാനം ഉണ്ട്, മറ്റേത് എന്തോ ടോക്സിക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ക്ലോറിൻ ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ ഹൈഡ്രജനും തോന്നി ശരിയാണല്ലോ, ഇവിടെയും കുറച്ച് ടോക്സിക് ആണല്ലോ, എന്നാൽ പിരിഞ്ഞേക്കാം. പക്ഷെ ക്ലോറിൻ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇവൻ ചതിയനായ ക്ലോറിൻ എന്ത് ചെയ്തു? സ്റ്റെപ്പ് 3യിൽ അവൻ ചെയ്ത ചതി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കണേ, CH3യും ഹൈഡ്രജനും തമ്മിൽ ഹോമോളിസിസ് നടക്കുന്നു എന്നുള്ളതാണ് ചെയിൻ പ്രൊപ്പഗേഷൻ. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു CH3 ഫ്രീ റാഡിക്കലും ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും ഫോം ചെയ്യും. ആ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ അവിടെ തന്നെ ഉണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക അറിയാം മക്കളെ? ആ ഹൈഡ്രജനെ സംഭവം ഈ ക്ലോറിൻ പറ്റിച്ചതാണ്, ചതിച്ചതാണ്. ആ ഹൈഡ്രജൻ അവിടെ നിന്നാണ് പോയി കഴിഞ്ഞപ്പോൾ ഈ CH3 ഫ്രീ റാഡിക്കൽ മാത്രമായില്ലേ, അതിൻ്റെ അടുത്തേക്ക് ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ, നേരത്തെ വലിയ വർത്താനം പറഞ്ഞ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ പോയിട്ട് നിന്നിട്ട് പറയാണ്, ഇനി നമുക്കൊന്നാവാം, എന്തായാലും എന്നെ തേച്ചിട്ട് പോയില്ലേ ഹൈഡ്രജൻ, ഞാനുണ്ട് നിനക്ക് കൂടെ എന്നും പറഞ്ഞ് ആ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ CH3Cl ആയിട്ട് മാറുകയാണ് മോനെ. ആര് പോയി?
ഹൈഡ്രജൻ പോയല്ലോ. ആ ഹൈഡ്രജൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുമ്പോഴാണ് ഇതേ ക്ലോറിൻ നേരത്തെ ചതിച്ച് മാറ്റി നിർത്തപ്പെട്ട മറ്റൊരു ക്ലോറിനെ കണ്ടുമുട്ടിയത്. പിന്നെ അവർ നോക്കി നിൽക്കൂലല്ലോ. ഈ ചതിയനായ ക്ലോറിൻ രണ്ടുപേരും ചതിച്ചല്ലേ, അവരങ്ങോട്ട് ഒന്നാകും. ശത്രുവിൻ്റെ ശത്രു മിത്രമാണല്ലോ. അപ്പോൾ HCl എന്ന ബൈ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാകും. മനസ്സിലായോ? എഫക്റ്റീവ്ലി നിങ്ങൾ നോക്കിക്കേ, ഈ CH4 എന്ന് പറയുന്ന മോളിക്യൂളിലേക്ക് ഒരു ക്ലോറിൻ ഇങ്ങോട്ട് വന്നു, CH3Cl എന്ന് പറയുന്ന പ്രൊഡക്റ്റും HCl എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റും ഉണ്ടായി. ഈ റിയാക്ഷൻ്റെ മെക്കാനിസമാണ് 3 സ്റ്റെപ്പിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മെക്കാനിസം ഒക്കെ ഞങ്ങൾ പഠിക്കണോ സാറേ? ഇതൊക്കെ ഇപ്പോൾ ബോർഡ് എക്സാമിനുള്ളതല്ലേ, എൻട്രൻസിന് വേണ്ടി വരുമോ എന്നതിനുള്ള ഉത്തരമാണ് ഒരു ക്വസ്റ്റ്യൻ. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. ഡ്യൂറിങ് ക്ലോറിനേഷൻ ഓഫ് മീഥൈനിൻ്റെ ക്ലോറിനേഷൻ്റെ സമയത്ത് ട്രേസസ് എമൗണ്ട്സ് ഓഫ് ഈഥൈൻ ആർ ഫോംഡ്, ചെറിയ അളവിൽ ഈഥൈനൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ലോജിക്ക് വെച്ച് ട്രൂ ആവാനാണ് സാധ്യത, അല്ലാതെ ഒരു ബന്ധമില്ലാത്തൊരു സാധനം ഞാൻ പറയാൻ കാര്യമില്ലല്ലോ അല്ലേ. ഇതിൻ്റെ ആൻസർ ട്രൂ ആണ്. എന്താ കാര്യം? അതിന് മെക്കാനിസം അറിയണം. മെക്കാനിസത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു CH3 എന്ന് പറയുന്ന ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ ഫ്രീ റാഡിക്കലിനൊക്കെ ഞാനൊരു ബോക്സിലാക്കി വെക്കുകയാണ്. CH3, H+, H, അതുപോലെ ക്ലോറിൻ, ഇങ്ങനെയൊക്കെ 3-4 ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽ ഇവിടെ ഉണ്ടല്ലോ. ഈ ഏത് ഫ്രീ റാഡിക്കൽ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ഉണ്ടാക്കാം. ട്രേസസ് എമൗണ്ട്സിൽ ഇതിലേത് ഫ്രീ റാഡിക്കൽ തമ്മിലും ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ CH3 എന്ന് പറയുന്ന ഒരു ഫ്രീ റാഡിക്കൽ ഹൈഡ്രജൻ തേച്ചിട്ട് പോയ ഒരു CH3 എന്ന് പറയുന്ന ഒരു ഫ്രീ റാഡിക്കലിനെ കണ്ടുമുട്ടുന്നു. ഇതേപോലെ മറ്റൊരു മോളിക്യൂളിലും CH3 എന്ന് പറയുന്ന ഒരു ഫ്രീ റാഡിക്കൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 2 ഫ്രീ റാഡിക്കൽ, ഏത് 2 ഫ്രീ റാഡിക്കൽ തമ്മിലും കൂട്ടിമുട്ടാം. അങ്ങനെ വേണമെങ്കിൽ CH3 എന്ന് പറയുന്ന ഈഥെയിൻ വേണമെങ്കിൽ ട്രേസസ് എമൗണ്ട്സിൽ അവിടെ ഉണ്ടാകാം. ഈ റിയാക്ഷനിൽ അത് ഉണ്ടാവുന്നുണ്ട്. എന്ന പോലെ ഒരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും മറ്റൊരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും കൂടി ചേർന്നിട്ട് H2 എന്ന് പറയുന്ന മോളിക്യൂളും അവിടെ ട്രേസസ് എമൗണ്ട്സിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഏത് ഫ്രീ റാഡിക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് അറിഞ്ഞാലല്ലേ നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് എഴുതാൻ പറ്റൂ. അതാണ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ റിയാക്ഷൻ്റെ മെക്കാനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, പഠിച്ചു വെച്ചോളണം. നെക്സ്റ്റ്, ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. എന്താ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഹാലജൻ കയറി വരിക എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ച. അപ്പോൾ ഒന്നിലധികം ടൈപ്പ് ഓഫ് ഹൈഡ്രജൻസ് ഉണ്ടെങ്കിലോ, പ്രൈമറി ഹൈഡ്രജൻ, സെക്കൻഡറി ഹൈഡ്രജൻ, ടെർഷ്യറി ഹൈഡ്രജൻ ഒക്കെ ഉണ്ടെങ്കിൽ ടെർഷ്യറി ഹൈഡ്രജൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സെക്കൻഡറി ഹൈഡ്രജൻ ദാൻ പ്രൈമറി ഹൈഡ്രജൻ ബിക്കോസ് ദി ഇന്റർമീഡിയറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് എ ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഫ്രീ റാഡിക്കലാണ് ഇവിടെ ഇന്റർമീഡിയറ്റ്. അപ്പോൾ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റിയുടെ അതേ ഓർഡറിലാണ് റിയാക്ടിവിറ്റി ഉണ്ടാവുക എന്ന് പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഡൗട്ട് അടിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. റിയാക്ടിവിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ്. ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓർത്തു വെക്കണം 5 വട്ടം നിർബന്ധമായിട്ട് ഓർത്തു വെച്ചോളണം. അപ്പൊ ഇവിടെ ആരാ ഇന്റർമീഡിയറ്റ്? കാർബൺ ഫ്രീ റാഡിക്കലാണ്. കാർബൺ ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ടെർഷ്യറി ഹൈഡ്രജൻ ആണ് ഇവിടെ മോർ റിയാക്റ്റീവ് ആവുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ പ്രൈമറി കാർബൺ ഉണ്ട്, ഇവിടെ സെക്കൻഡറി കാർബൺ ഉണ്ട്, ഇവിടെ പ്രൈമറി കാർബൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ഈ തന്നിരിക്കുന്നതിൽ സെക്കൻഡറി കാർബൺ ആണ്. അതുകൊണ്ട് തന്നെ CH3 സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3, ഈ സെക്കൻഡറി കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി പകരം അവിടെ ക്ലോറിൻ വരിക എന്ന പ്രൊഡക്റ്റാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. കാരണം സെക്കൻഡറി ഹൈഡ്രജൻ പോയിട്ട് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ആണ് മോർ സ്റ്റേബിൾ. ഇവിടെയാണ് ഈ ഹൈഡ്രജൻ ആണ് മോർ റിയാക്റ്റീവ്. കാരണം എന്താ? സെക്കൻഡറി ആണ് പ്രൈമറിയേക്കാൾ മോർ റിയാക്റ്റീവ്. പ്ലസ് പ്രൈമറി ഹൈഡ്രജൻ പോയിട്ടുള്ള പ്രൊഡക്റ്റും കിട്ടും. CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് Cl. ഇവിടെ ഇപ്പോൾ പ്രൈമറി ഹൈഡ്രജൻ പോയിട്ടാണ് ക്ലോറിൻ വന്നത്. ബട്ട് ഇറ്റ് ഈസ് ദി മൈനർ പ്രൊഡക്റ്റ്. മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് കോമ്പൗണ്ട് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിക്കേ. ഈ ക്ലോറിനേഷൻ നടത്തുന്ന സമയത്ത് ഇവിടെ പ്രൈമറി കാർബണും ഉണ്ട്, ടെർഷ്യറി കാർബണും ഉണ്ട് അല്ലേ? ഇത് പ്രൈമറിയാണ്, ഇതും പ്രൈമറിയാണ്. 2 ടൈപ്പ് മോണോക്ലോറിനേഷൻ നടക്കും. ഏതാണ് മോർ റിയാക്റ്റീവ്? നമുക്കറിയാം CH ആണ് മോർ റിയാക്റ്റീവ്. CHലെ H ആണ് അവിടുന്ന് എലിമിനേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ. അപ്പോൾ CH3 സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3, ഈ കാർബണിൽ ക്ലോറിൻ വരും എന്നുള്ളതാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. പ്ലസ് CH3 സിംഗിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട്, ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയാൽ കിട്ടുന്ന ക്ലോറിൻ.
അതാണ് ഇവിടുത്തെ മൈനർ പ്രൊഡക്റ്റ്. ബിക്കോസ് ഹിയർ ദി ക്ലോറിനേഷൻ ടേക്സ് പ്ലേസ് ഓൺ ദി പ്രൈമറി കാർബൺ. ഇൻ ദി മേജർ പ്രൊഡക്റ്റ് ക്ലോറിനേഷൻ ടേക്സ് പ്ലേസ് ഓൺ ദി ടെർഷ്യറി കാർബൺ. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഫോളോസ് ദിസ് ഓർഡർ: ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി. മനസ്സിലായല്ലോ? രണ്ടാമത്തെ റിയാക്ഷൻ, ഇപ്പോൾ നമ്മൾ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുക്കും മൂലയും പറഞ്ഞിട്ടുണ്ട്. 2, 3, 4 റിയാക്ഷൻസ് ഭയങ്കര സിമ്പിളാണ്, പഠിച്ചു വെച്ചോ. രണ്ടാമൻ്റെ പേര് നൈട്രേഷൻ എന്നാണ്. എടാ, നൈട്രേഷൻ എന്ന് പറയുന്നതും ഈസ് എ ടൈപ്പ് ഓഫ് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇവിടെയും സംഭവിക്കുന്നത് ഒരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, ഓർത്ത് വെക്കണേ. അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്ന് തന്നെ ആയിരിക്കണമല്ലോ. റിയേജന്റ് ഫ്യൂമിംഗ് HNO3 ആണ്. ആരാണ് ഫ്യൂമിംഗ് HNO3? കോൺസെൻട്രേറ്റഡ് H2SO4 പ്ലസ് കോൺസെൻട്രേറ്റഡ് HNO3 എന്ന് പറയുന്ന മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂമിംഗ് HNO3. ഓർത്ത് വെക്ക്. അപ്പോൾ ആരാണ് ഫ്യൂമിംഗ് HNO3? കോൺസെൻട്രേറ്റഡ് H2SO4ഉം കോൺസെൻട്രേറ്റഡ് HNO3യും തമ്മിലുള്ള മിക്സറാണ് ഫ്യൂമിംഗ് HNO3. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫ്യൂമിംഗ് HNO3 ബിഹേവ്സ് ആസ് ബേസ്. HNO3 എന്ന് പറഞ്ഞാൽ ആരാടാ? നൈട്രിക് ആസിഡ് എന്നാണല്ലോ. നൈട്രിക് ആസിഡ് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളിൽ കുറേ അധികം കുട്ടികളുടെ മനസ്സിലും വന്നിരിക്കുന്നത് അത് ഫോൾസ് എന്നാണ്. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ആൻസർ ട്രൂ. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. എന്താ കാരണം? കോൺസെൻട്രേറ്റഡ് H2SO4ഉം കോൺസെൻട്രേറ്റഡ് HNO3യും അല്ലേ ഇവിടെ ഉള്ളത്. ഇതിലാരാ നല്ല ആസിഡ്? H2SO4 നല്ല ആസിഡ്. സ്ട്രോങ് ആസിഡ് H2SO4. അപ്പോൾ ഒരു സ്ട്രോങ് ആസിഡിൻ്റെ പ്രസൻസിൽ അതിൻ്റെ അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത ആസിഡ് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇയാൾ ഇവിടെ കോൺസെൻട്രേറ്റഡ് HNO3 ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താ? അതിനേക്കാൾ നല്ല ആസിഡ് വേറെ ഉണ്ടാകുമ്പോൾ ഇയാളുടെ ആസിഡിറ്റി കുറവാണ്. ആസിഡിറ്റി കുറവുള്ള ആളുകൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ആസിഡിറ്റി കൂടുതലുള്ള ആളുകൾ ആസിഡായിട്ടാണ് ആക്ട് ചെയ്യുക. ദാറ്റ്സ് മനസ്സിലായല്ലോ? അപ്പോൾ 2 മിക്സറുകൾ മിക്സാക്കി കഴിഞ്ഞാൽ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആസിഡായിട്ടും വീക്ക് ആസിഡ് ബേസ് ആയിട്ടുമാണ് ആക്ട് ചെയ്യുക. ഓർത്തു വെച്ചോ. അതുകൊണ്ട് ഫ്യൂമിംഗ് HNO3യിൽ HNO3 ബിഹേവ്സ് ആസ് എ ബേസ് എന്ന് പറയുന്ന ഡയലോഗ് കറക്റ്റാണ്. അപ്പോൾ എന്താണ് ബേസിൻ്റെ പ്രോപ്പർട്ടി? ബേസ് എന്ന് പറഞ്ഞാൽ OH കൊടുക്കുന്നവനല്ലേ? അതെ. അപ്പോൾ ഇവിടെ HNO3 OH കൊടുക്കും എന്നാണോ സാറ് പറഞ്ഞു വരണേ? അതെ, HNO3 ഇവിടെ OH കൊടുക്കുക. എക്സ്പ്ലെയിൻ സാർ. ഇതാ നോക്കിക്കോ. RH എന്ന് പറഞ്ഞാൽ ആൽക്കീനാണ്. OHNO2 കണ്ടിട്ടുണ്ടോ അയാളെ? OHNO2 എടാ ഇവനാണ് നമ്മുടെ HNO3. നോക്കിയേ, OHNO2 എന്ന് ഞാൻ എഴുതിയ HNO3 ആണ് എന്നുള്ളതൊന്ന് മനസ്സിലിട്ട് കറക്കിക്കേ. HNO3 അല്ലേ ഞാൻ എഴുതിയേക്കണേ? ആണ്. അപ്പോൾ ഇവിടെ നിന്ന് Hഉം ഇവിടെ നിന്ന് OHഉം H2O ആയിട്ട് പോകും. ബാക്കി എന്തുണ്ട്? R എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് NO2 എന്ന് പറയുന്ന ഗ്രൂപ്പ് കയറി വരും. സിമ്പിളാ. അപ്പോൾ ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ. CH4ലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3 ഒഴിച്ചാൽ ഇവിടെ നിന്നൊരു H പോകും, പകരം NO2 വരും. അതല്ലേ എഫക്റ്റീവ്ലി ഉണ്ടായത്? RH RNO2 ആയിട്ട് മാറും. H പോയി പകരം NO2 വരും. സംഭവം ഇത് ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം എഴുതിയതാണ്. പ്രാക്ടിക്കലി ഈ റിയാക്ഷൻ നടക്കില്ല. പ്രാക്ടിക്കലി ഈ റിയാക്ഷൻ നടക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മിനിമം 6 കാർബണുള്ള കോമ്പൗണ്ടുകൾ വെച്ചിട്ട് കോൺസെൻട്രേറ്റഡ് HNO3 ട്രീറ്റ് ചെയ്താൽ ഈ നൈട്രേഷൻ എന്നുള്ള റിയാക്ഷൻ നടക്കുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കുറേ മെമ്പറുകൾ ഗ്യാസ് ആണല്ലോ ഹൈഡ്രോ കാർബണിൽ. അപ്പോൾ ഈ കോൺസെൻട്രേറ്റഡ് HNO3 പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4 അഥവാ ഫ്യൂമിംഗ് HNO3 എന്ന് പറയുന്ന മിക്സർ ലിക്വിഡാണ്. ഈ ലിക്വിഡും ഗ്യാസും തമ്മിൽ മിക്സ് ചെയ്യണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ലിക്വിഡും തമ്മിലാണല്ലോ മിക്സ് ചെയ്യാനും റിയാക്ഷൻ നടക്കാനും എളുപ്പം. അതുകൊണ്ട് ഹെക്സൈൻ മുതൽ അങ്ങോട്ടാണ് റിയാക്ഷൻ സാധാരണ പ്രാക്ടിക്കലി നടക്കുള്ളൂ. പിന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എങ്ങനെ റിയാക്ഷൻ ഉണ്ടെന്നും ഈ റിയാക്ഷൻ എന്തൊക്കെയാണ് അതിൽ പറയേണ്ടതെന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി തിയററ്റിക്കലി ഞാനൊരു ക്വസ്റ്റ്യൻ തന്നതാണ്. നെക്സ്റ്റ് നോക്കിയാൽ CH3 CH2 CH3 ഫ്യൂമിംഗ് HNO3 2 ടൈപ്പ് പ്രൊഡക്റ്റ് ഉണ്ടാകും. ആ 2 ടൈപ്പ് പ്രൊഡക്റ്റിൽ ഒരുത്തൻ മേജർ ആയിരിക്കും. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷ്യറി, സെക്കൻഡറി, പ്രൈമറി എന്ന ഓർഡറിലായതുകൊണ്ട് CH3 സിംഗിൾ ബോണ്ട് NO2 എന്ന് പറയുന്ന സെക്കൻഡറി ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് NO2 ഗ്രൂപ്പ് വരുന്നതാണ് ഇവിടുത്തെ മേജർ പ്രൊഡക്റ്റ്. പ്ലസ് CH3 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 NO2 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മൈനർ പ്രൊഡക്റ്റ്. സംശയ സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് സൾഫോണേഷൻ ആണ്. സൾഫോണേഷൻ്റെ റിയേജൻറ്റ് മോനെ ഞാൻ എഴുതി തന്ന എല്ലാ കാര്യങ്ങളും നീ നോട്ടാക്കി വെച്ചോളണേ. വീഡിയോ സ്പീഡ് ഉണ്ടാകും, കാര്യം ചെറിയ സമയത്തിനുള്ളിൽ തീർത്താലേ കുട്ടികൾ കാണുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ കണ്ടു തുടങ്ങിയാൽ പിന്നെ ഞാനിതൊരു 40 മിനിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു തീരാൻ ഒരു 1.25 മണിക്കൂർ സമയം എടുക്കുമെന്ന് എനിക്കറിയാം. വീഡിയോ പോസ് ചെയ്ത് ഇതിലുള്ള സ്ലൈഡിലുള്ള ഓരോന്ന് എഴുതിയെടുത്ത് കലക്കി എടുക്കുമ്പോഴേക്ക് സമയം എടുക്കുമായിരിക്കും. പക്ഷെ എനിക്കിതിങ്ങനെ പോകാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ എത്തുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ട് വീഡിയോ പോസ് ചെയ്യുക, എഴുതി കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി. സൾഫോണേഷൻ റിയേജന്റ് ഫ്യൂമിംഗ് H2SO4 ആണ്. ചർച്ച വരും. ആരാണ് സാർ ഫ്യൂമിംഗ് H2SO4? പഠിച്ചോ.
കോൺസെൻട്രേറ്റഡ് H2SO4 SO3 എന്ന് പറയുന്ന ആളെ മിക്സ് ചെയ്യുന്നതാണ് ഫ്യൂമിങ് H2SO4. പഠിച്ചോ? അപ്പോൾ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് അറിയോ, ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കൂട്ടിയിട്ട് H2S2O7 എന്ന് പറയും. ഒക്കെ ഒന്ന് തന്നെയല്ലേ? ഒന്ന് കൂട്ടി വയ്ക്കേ, 2 ഹൈഡ്രജൻ 2 സൾഫർ ടോട്ടൽ 7 ഓക്സിജൻ. ഇതിനെ ഞങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഒലിയം എന്നും പേര് വിളിക്കാറുണ്ട്. ഒലിയം കേട്ടിട്ടുണ്ടോ? ഇതിനെ ഒലിയം എന്ന് പേര് വിളിക്കാറുണ്ട്. പൈറോ സൾഫ്യൂരിക് ആസിഡ് എന്നും പേര് വിളിക്കാറുണ്ട്. ഇതിലെന്ത് ആരോ മാർക്കിൻ്റെ മുകളിൽ കണ്ടാലും റിയാക്ഷൻ സെയിം ആണ്. അപ്പോൾ നോക്കിയേടാ, RH സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് ഇദ്ദേഹം H2SO4. നേരത്തെ നൈട്രേഷനിൽ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടുന്ന് H ഇവിടുന്ന് OH പോകും. H2SO4 തന്നെയാണല്ലോ എഴുതിയേക്കണതെന്ന് ഒന്ന് ഉറപ്പിച്ച്. അപ്പോൾ RSO3H എന്ന് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടുമെന്നതാണ് റിയാക്ഷൻ്റെ ആകത്തുക. ദെൻ ഇവിടെയും ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടെർഷ്യറി സെക്കൻഡറി പ്രൈമറി ആയതുകൊണ്ട് CH3 സിംഗിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. ഇവിടെ ഫ്യൂമിംഗ് H2SO4 ഉപയോഗിച്ചാൽ വരുന്ന SO3H എന്ന് പറയുന്ന കോമ്പൗണ്ട് ടെർഷ്യറി കാർബണിൽ വരുന്നത് മേജർ പ്രൊഡക്റ്റും, CH3 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2SO3H എന്ന് പറയുന്ന പ്രൈമറി കാർബണിലേക്ക് SO3H വരുന്ന പ്രൊഡക്റ്റ് മൈനർ പ്രൊഡക്റ്റുമായിട്ടും നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കി ഉറപ്പിച്ചു വെക്കുന്നു. ഒന്നും പുതിയതായിട്ട് എനിക്ക് പറയാനില്ല. ലാസ്റ്റ് വൺ, ഈ വീഡിയോയിൽ അവസാനത്തവരാണ് ഐസോമറൈസേഷൻ. പേര് കേട്ടാൽ അറിയാം, ഇവിടെ ഐസോമറിസവുമായി ബന്ധപ്പെട്ട് സംതിങ് ഈസ്. മനസ്സിലായല്ലോ? റിയേജന്റ് പഠിക്കട അൻഹൈഡ്രസ് Cl3, മരിച്ചാലും മറക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ് റിയേജന്റ്. ആരാണ് പറ? അൻഹൈഡ്രസ് Cl3. മിനിമം ഡാഷ് കാർബൺ ഈസ് റിക്വയർഡ്. പഠിച്ചു വെച്ചോ, മിനിമം 4 കാർബൺ ഈസ് റിക്വയർഡ്. ഐസോമറൈസേഷൻ എന്ന റിയാക്ഷൻ നടക്കണമെങ്കിൽ മിനിമം 4 കാർബൺ ഈസ് റിക്വയർഡ്. ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് എന്തായിട്ട് മാറും എന്നറിയടാ? ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറും. ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് എന്തായിട്ട് മാറും? ബ്രാഞ്ചഡ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ അൺബ്രാഞ്ചഡ് ആയിട്ട് കിടക്കുന്ന ആളുകൾ അൻഹൈഡ്രസ് Cl3 പ്രസൻസിൽ ഒന്ന് ട്രീറ്റ് ചെയ്താൽ ബ്രാഞ്ചഡ് ആയിട്ട് മാറും. നോക്കിയാൽ ഇവിടെ 4 കാർബൺ ഇല്ലേ? ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 4 കാർബൺ ഉണ്ട്. Cl3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഐസോമറായിട്ട് മാറും. എങ്ങനെ ഐസോമറായിട്ട് മാറാം? 4 കാർബൺ അല്ലേ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലുള്ളത്? ആ കാർബണിൻ്റെ എണ്ണം അങ്ങോട്ട് കുറയും. 4 ഉള്ളത് എത്രയായിട്ട് കുറയും? 3 ആയിട്ട് കുറയും. അപ്പോൾ ടോട്ടൽ കാർബണുകളുടെ എണ്ണത്തിൽ മാറ്റം വരാനൊന്നും പാടില്ല. ടോട്ടൽ കാർബണുകളുടെ എണ്ണം 4 ആണ്. പക്ഷേ ഇവിടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 3 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം കുറവുണ്ട്. ആ ഒരെണ്ണത്തിന് നമ്മൾ ബ്രാഞ്ചായിട്ട് കൊടുക്കും. അപ്പോൾ 3 കാർബണും ഒരെണ്ണം ബ്രാഞ്ചുമായിട്ട് വരും. ഇവിടെ 4 കാർബൺ അൺബ്രാഞ്ചഡ് ആയിട്ട് വരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ റിയാക്റ്റന്റ് ബ്യൂട്ടൈൻ ആണ്, പ്രൊഡക്റ്റ് 2-methyl propane ആണ്. ഈ ബ്യൂട്ടൈനിൻ്റെയും 2-methyl propane ഒക്കെ കെമിക്കൽ ഫോർമുല സെയിം ആണ്. N2C4H10 എന്നാണ് വരിക. നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി, ഹൈഡ്രജൻ ഫില്ല് ചെയ്തിട്ടൊന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ 2 പേർക്കും കെമിക്കൽ ഫോർമുല സെയിം ആണെങ്കിൽ ഈ 2 പേര് തമ്മിൽ ഐസോമറാണ്. എന്ത് ഐസോമറാണ്? ഇവിടെ 4 കാർബൺ ഉള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ, ഇവിടെ 3 കാർബൺ ഉള്ള ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിൽ ഡിഫറൻസ് വന്നതുകൊണ്ട് ഈ 2 പേരുകൾ തമ്മിൽ ചെയിൻ ഐസോമറാണ്. അപ്പോൾ ഒരു റിയാക്ഷൻ നടന്നിട്ട് കിട്ടുന്ന സാധനം അയാളുടെ തന്നെ ഐസോമർ ആയതുകൊണ്ടാണ് ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് പറ ഐസോമറൈസേഷൻ. പഠിച്ചല്ലോ? ഒറ്റ എക്സാമ്പിൾ കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 5 കാർബൺ ഉണ്ട്. 5 കാർബൺ ഉള്ള ഒരു ആളെ അൻഹൈഡ്രസ് Cl3 പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ അതിൻ്റെ ചെയിൻ ഐസോമർ കിട്ടും. 5 കാർബൺ നേരെ നിൽക്കുന്നത് ഇനി ചേഞ്ച് വരണം, അപ്പോഴല്ലേ അതിൻ്റെ ഐസോമർ കിട്ടുക. 5 കാർബൺ നേരെ നിൽക്കുന്നതിന് പകരം 4 കാർബൺ നേരെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ 1 കാർബണിൻ്റെ കമ്മിയില്ലേ? ആ 1 കാർബണിൻ്റെ കുറവിനെ ഞാനിവിടെ ബ്രാഞ്ചായിട്ട് കൊടുക്കാം. ഇങ്ങനെ കിട്ടാം. പ്ലസ് ഇതല്ലാതെ മറ്റൊരു കോമ്പൗണ്ട് കിട്ടാം. എങ്ങനെ കിട്ടാം? 5 കാർബൺ എന്നുള്ളത് ഇപ്പോൾ ഞാൻ 4 കാർബൺ ആക്കിയാണല്ലോ മാറ്റിയത്. ഇനി എനിക്ക് 3 കാർബൺ ആക്കി മാറ്റാലോ? 3 കാർബൺ ആക്കി മാറ്റാം. 3 കാർബൺ ആകുമ്പോൾ ഇപ്പോൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 3 കാർബണേ ഉള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം 5 ആണ്. 2 എണ്ണത്തിൻ്റെ കുറവുണ്ട്. ആ 2 എണ്ണവും ബ്രാഞ്ചായിട്ട് കൊടുക്കാം. 2,2-dimethyl propane. അപ്പോൾ നോക്കിയാൽ ഇവിടെ 2 ടൈപ്പ് പ്രൊഡക്റ്റുകൾ, 5 കാർബൺ ആണെങ്കിൽ 2 ടൈപ്പ് പ്രൊഡക്റ്റുകൾ പോസിബിൾ ആണ്. കഴിഞ്ഞു മോനെ. അപ്പോൾ ആൽക്കൈനിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് 9 എണ്ണത്തിൽ പ്രധാനപ്പെട്ട 4 എണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. ബാക്കിയുള്ള 5 എണ്ണം അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വൃത്തിക്ക് കണ്ടുപഠിച്ചോളണേ മോനെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. പതിയെ നമുക്കതിൻ്റെ ലൈവ് സെഷൻസും യൂട്യൂബിൽ തന്നെ റെക്കോർഡഡ് വീഡിയോസൊക്കെ ഞാൻ തരണ്ട്. നിങ്ങളിപ്പോൾ ഒന്ന് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാമിലല്ല, എനിക്ക് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം. അത് ഞാൻ നോക്കണില്ലെങ്കിൽ ചിലപ്പോൾ തിരക്കാവുമ്പോൾ ചിലപ്പോൾ നോക്കിക്കൊള്ളണം എന്നില്ല. എന്നൊന്ന് വിളിച്ചാൽ മതി, ഞാൻ സ്പോട്ടിൽ പരിഹാരം ഉണ്ടാക്കി തരും. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.